മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വളരെ നല്ല ഒരു കമൻ്റ്. മലയിൽ ഇട്ടി കുരുവിള്ള എന്ന് പറയുന്ന ഒരാൾ, മലയിൽ ഇട്ടി കുരുവിള്ള എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ എഴുതുകയുണ്ടായി. കത്തോലിക്ക ബാവയെക്കുറിച്ച് മാതൃഭൂമിയിൽ വന്ന വാർത്ത ഞാൻ വായിച്ച് അതിൽ ഞാൻ എൻ്റെ കമൻ്റ് അപ്ലോഡ് ചെയ്തതിന് ആണ് ഈ കുരുവിള്ള സാറ് ഇങ്ങനെ എഴുതിയത്. സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്, സ്റ്റാൻഡേർഡ് ഭാഷാപ്രയോഗം, വളരെ വ്യക്തമായ രീതിയിലുള്ള കമൻ്റ്. അദ്ദേഹം പറഞ്ഞത് എല്ലാ ക്രിസ്ത്യാനികളും സാർ ഉദ്ദേശിക്കുന്ന മാതിരി അല്ല. സാർ ഒരു സയൻറ്റിസ്റ്റ് അല്ലേ? എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് തെറ്റുകളെ എത്ര ശക്തമായിട്ടുള്ള രീതിയിൽ വിവരിച്ചാലും വിമർശിച്ചാലും ഒരു പ്രോബ്ലം ഇല്ല. ഞങ്ങളെപ്പോലെയുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ പുറകെ പോവുകയോ മന്ത്രിമാരുടെ പുറകെ പോവുകയോ ഈ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുകയോ ചെയ്യാറില്ല. നന്നായിട്ട് ആ കമൻ്റ് ഞാൻ യൂട്യൂബിൽ അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാനായിട്ട് എൻ്റെ കമൻ്റ് ഒന്നും മുടക്കാതെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുരുവിള്ള സാറിനോടും കുരുവിള്ളയെ പോലെ ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ, ഞാൻ എന്നും പറയാറുണ്ട്, ഇനിയും പറയുന്നുണ്ട്, ഇതിന് മറുപടി ഞാൻ ഒരു 3 ഭാഗമായിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനറിയോ? ഈ കുരുവിള്ള പറഞ്ഞതിന് കൗണ്ടർ ചെയ്യാനല്ല, ഓരോ ക്രിസ്ത്യാനിയെയും സത്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാഷണമാണ്. ഓരോ ക്രിസ്ത്യാനിയും ഇത് കേൾക്കണം. ശരിക്ക് വളരെ വളരെ വിചിത്രമായ രീതിയിൽ സക്കീർ നായിക്കും അല്ലെങ്കിൽ MM അക്ബറും കുറേ പേരൊക്കെ കൽക്കി അവതാരം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ്, വേദത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നുണ്ട്, ചാന്തോക്യോപനിഷത്തിൽ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. അതിന് മറുപടി കൊടുക്കാറുമുണ്ട്. അതൊരു താരതമ്യേന വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തി പ്രവാചകനെയും ഖുറാനെയും ഒക്കെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലെയിമിംഗ് ആണ്, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഓരോ ക്രിസ്ത്യാനിയും അറിയണം എന്താണ് നിങ്ങളുടെ അച്ഛന്മാരും ബിഷപ്പുമാരും ഓരോ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളും ചെയ്യുന്നത് എന്നറിയണം. ഈ ഹിന്ദുക്കൾ വേദം എന്ന് പറയുന്നത് പരമപവിത്രമായിട്ട് കണക്കാക്കുന്നതാണ്. എല്ലാവരും പഠിക്കണ്ട എന്ന് പറയാൻ തന്നെ കാരണം തെറ്റായിട്ട് പഠിക്കരുത് എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. പഠിക്കരുത് എന്നല്ല, പഠിക്കണ്ട, തെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നിങ്ങൾക്കറിയോ, വളരെ വ്യക്തമായിട്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് പ്രജാപതി യാഗം എന്ന ക്രൂശീകരണം, ഇത് കോശി എബ്രഹാം എന്ന് പറഞ്ഞ ഡോക്ടർ കോശി എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയേക്കുന്നതാണ്. ശരിക്ക് വേദത്തിനെ ഇത്രയും നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ട് എഴുതിയിരിക്കുന്നത് ലോകത്തിലെ വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. പ്രജാപതി എന്ന് പറയുന്നത് ബ്രഹ്മപ്രജാപതി, വിഷ്ണു പ്രജാപതി, രുദ്ര പ്രജാപതി. ആ പ്രജാപതിയെ, വിഷ്ണുവിനെയും രുദ്രനെയും ബ്രഹ്മാവിനെയും കുരിശിൽ ആണിയടിച്ച് തറച്ചത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിൽ പൂർത്തിയായി എന്നാണ്. മാത്രമല്ല അതില് വളരെ വളരെ വിചിത്രമായ രീതിയിൽ വേദത്തിലെ ഓരോ വരിയും കോട്ട് ചെയ്തിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അർത്ഥം കൊടുത്ത് തനി വികൃതമായ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് എത്ര നിന്ദ്യമായിട്ടാണ് അതിൽ പ്രജാപതിയുടെ യാഗയോഗ്യതകൾ, അതായത് പ്രജാപതിയെ തന്നെ കഴുത്തറുത്ത് യാഗത്തീയിലിട്ട് കൊല്ലുക, ആ വേദത്തിന് ഇത്രയും നികൃഷ്ടമായിട്ട് അതിൽ പ്രജാപതിയുടെ യോഗ്യതകളെക്കുറിച്ച് യാഗപുരുഷൻ കുറ്റമില്ലാത്തവനായിരിക്കണം, അങ്ങനെ ഒരു വരി ഭാരത ഗ്രന്ഥത്തിലില്ല,
തലയിൽ കാട്ടുവള്ളി ചുറ്റണം, സ്വന്തം ജനത തള്ളിപ്പറയണം, യാഗപുരുഷൻ കഷ്ടതകൾ അനുഭവിക്കണം, യാഗമൃഗത്തെ യൂപത്തോട് ചേർത്ത് കെട്ടണം. അപ്പൊ യാഗപുരുഷനും യാഗമൃഗവും ഒന്ന് തന്നെയാണ്. യാഗമൃഗത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകണം. ഇതില് ഒരു വരി പോലും, ഒരു വാക്ക് പോലും വേദത്തിലില്ല. ഈ കോശി എബ്രഹാമിന്റെ 2 മക്കള് മാനസിക രോഗികളാണെന്ന് ഞാൻ പാലയിൽ പോയപ്പോഴത്തേക്കും അറിഞ്ഞു. പാല നഗരത്തിൽ പോയപ്പോ ഒരു പക്ഷെ യേശു കൊടുത്ത ശിക്ഷയായിരിക്കും ഈ ധന്യമായ ഹൈന്ദവ വേദത്തെ നികൃഷ്ടവും നീചവുമായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് യാഗമൃഗത്തിന്റെ എല്ലുകൾ ഒടിക്കരുത്, യാഗമൃഗത്തിന്റെ തോലിന്റെ ബ്രാക്കറ്റിലെ അങ്കി കീറരുത്, യാഗമായി ദഹിക്കപ്പെട്ട ശേഷം വീണ്ടും ജീവിക്കണം, യാഗമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കണം. 129 പേജ് മുതൽക്ക് 142 പേജ് വരെ കൊടുത്തിരിക്കുന്നത് സാമാന്യ ബോധമുള്ള ഒരു ഹിന്ദു, വേദമറിയാവുന്ന ഹിന്ദു വായിച്ചാൽ ഈ ഡോക്ടർ കെ കോശി എബ്രഹാമിനെ ജീവനോടെ കത്തിച്ചു കളയും, ജീവനോടെ കത്തിച്ചു കളയും. ഓർലാൻഡോയിൽ 51 പേരെ കൊന്നില്ലേ ഒരാള്, അതുപോലെ. അല്ലെങ്കിൽ ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരനെ 52 വെട്ടുവെട്ടിയ മാതിരി. അത്രയും നീചമായിട്ട് 2 മക്കളും മാനസിക രോഗികളാവാൻ കാരണം ഒരു പക്ഷേ അച്ഛൻ ചെയ്ത നികൃഷ്ടവും നീചവുമായിട്ടുള്ള കർമ്മമാണ്. ഇതവിടെ ഇരിക്കട്ടെ. ഇതിന് ശരിക്ക് ആരാണ് മുഖവുര എഴുതിയതെന്നറിയാമോ? അതാണ് അതിനേക്കാൾ വിചിത്രമായിട്ടുള്ളത്. തിരുവനന്തപുരം പേരൂർക്കടയിലെ ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നവര് മാനസിക രോഗികളാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ അതിന്റെ ഡയറക്ടർ മാനസിക രോഗിയായാലുള്ള അവസ്ഥ എന്താ? ഇതിൽ ആരാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. മാർ ജോസഫ് പവത്തില്, ആർച്ച് ബിഷപ്പ് ഓഫ് ചങ്ങനാശ്ശേരി, പ്രസിഡന്റ് കാത്തലിക്സ് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, ചങ്ങനാശ്ശേരി, ജനുവരി 6 1995 ഇതിന് അദ്ദേഹം മുഖവര എഴുതിയിരിക്കുന്നത്. മാർ ജോസഫ് പവത്തിൽ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ് തനി മാനസിക രോഗിയാണ്. എന്നോട് ചിലര് പറയാറുണ്ട്, ഈ സക്കീർ നായിക്കിനെ ചെന്ന് വെല്ലുവിളിച്ചുകൂടെയെന്ന്. ഈ ആർച്ച് ബിഷപ്പ് ജീവിച്ചിരിപ്പുണ്ടോ അല്ല കാലം ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെല്ലുവിളിക്കാൻ വരാൻ തയ്യാറാണ്. ഈ ബിഷപ്പിനെ, കോശി എബ്രഹാമിനെ വരാൻ തയ്യാറില്ല, വേണമെങ്കിൽ അതും വരാം, അദ്ദേഹം ഇരുന്നോട്ടെ. ആ ആർച്ച് ബിഷപ്പ് ചെയ്ത ക്രൂര കൃത്യം ഈ പുസ്തകത്തിന് ഉള്ളത് ഓരോന്നും എടുത്ത് ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ സംവാദത്തിന് വരാൻ തയ്യാറാണ്. ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ 4ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ എൻ്റെ കഴുത്തിലിട്ട പൂണൂലും എൻ്റെ കഴുത്തിലുള്ള 5 പവന്റെ മാലയും ഞാൻ ആ ബിഷപ്പിന്റെ കാലിൽ വെച്ച് ക്രിസ്തുമതം സ്വീകരിക്കാൻ തയ്യാറാണ്. ഇനി ഈ പുസ്തകത്തിൽ ഒരു വരി പോലും ശരിയില്ല, ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത് എന്ന് തെളിയിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, അതിൽ ഒരു വരി ശരിയാണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ബിഷപ്പിന്റെ, ആർച്ച് ബിഷപ്പിന്റെ അങ്കി ഊരി വെച്ച് പോകണം. തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് പള്ളിയിൽ ഒരച്ഛനുണ്ടായിരുന്നു, പുതുശ്ശേരി. ചുറ്റുമുള്ള ക്രിസ്ത്യാനികളുടെ വീട്ടിലെ പെൺകുട്ടികളെ പിഴപ്പിച്ചതിന് അദ്ദേഹത്തിന് സെൻഡ് ഓഫ് കൊടുത്തു. പള്ളിയുടെ അടുത്തുള്ള ഒരു റോഡിന് പുതുശ്ശേരി റോഡ് എന്നും പേര് കൊടുത്ത്. അദ്ദേഹത്തിനെ വിട്ടത് ഒറീസയിലെ ഏതോ കാട്ടിലേക്കാണ്. അങ്ങനെ ഈ ആർച്ച് ബിഷപ്പ് പവത്തിൽ പോകണം, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിലേക്ക് പോകണം. ഇറ്റാനഗറിലെ ബിഷപ്പ് ഒരു ലോട്ടറി ടിക്കറ്റ് വിട്ടുകൊണ്ട് കിടന്ന പാർട്ടിയായിരുന്നു. ഇറ്റാനഗറിൽ അങ്ങനെ ഒരു ബിഷപ്പ് മതി. ഇപ്പോഴും അരുണാചൽ പ്രദേശിലെ ചിലർക്ക് അവർ ചൈനയിലാണോ ഇന്ത്യയിലാണോ എന്നറിയാത്ത ലെവലിലുള്ള പാർട്ടീസാണ്. അവിടേക്ക് പോകണം. എന്തിനാ ആർച്ച് ബിഷപ്പ് പവത്തിൽ? അങ്ങയെ തിരുമേനി എന്നൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അത് സത്യം, ധർമ്മം, നീതി, ന്യായമുള്ളവർക്കും രാജാക്കന്മാർക്കും നല്ല വേദം പഠിച്ച പണ്ഡിതർക്കും വിളിക്കേണ്ട വാക്കാണ് തിരുമേനി. അങ്ങയെ പോലെ നാറിയ പുസ്തകത്തിന് നാറിയ കമന്റ് എഴുതിയ അങ്ങയെ അങ്ങെന്നോ അദ്ദേഹമെന്നോ ഇദ്ദേഹമെന്നോ തിരുമേനി എന്നോ വിളിക്കാൻ പറ്റുമോ? ഹിന്ദുക്കളെ ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് പ്രജാപതി യാഗം എന്നൊരു
വികൃതമായ പുസ്തകം ഡോക്ടർ കോശി എബ്രഹാം എഴുതിയതിന് മുഖവുര എഴുതാൻ പാകത്തിന് തരം താഴ്ന്ന അങ്ങയെപ്പോലെ ഉള്ളവർക്കാണ് യഥാർത്ഥത്തിൽ മലയിൽ ഇട്ടി കുരുവിള്ള സാറേ ഞാൻ മറുപടി കൊടുത്തത്. തീർന്നില്ല, ഇതൊരു മണിക്കൂറോളം പറയാനുണ്ട്. അത് മുഴുവനും CD-യിലാക്കിയിട്ട് ഞാൻ കൊടുക്കാറുമുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പുസ്തകം നോക്കാം. വളരെ സിമ്പിളായിട്ട് കുറേ പുസ്തകങ്ങളുണ്ട്. അതില് വികൃതമായിട്ടുള്ള ജോസഫ് പടിഞ്ഞാറേക്കര എഴുതിയ ഫോർവേഡ് ബൈ റവറൻഡ് ഫാദർ AC ജോർജ്, ഇത് ഗോസ്പൽ ഫോർ ഇന്ത്യ ഇൻ ഇന്ത്യൻ കപ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗോസ്പൽ ഫോർ ഇന്ത്യ ഇൻ ഇന്ത്യൻ കപ്സ്. എന്താ ഇതിൽ എഴുതിയിരിക്കുന്നതെന്നറിയോ? വളരെയധികം പഠനം നടത്തി എങ്ങനെയാണ് ഹിന്ദുക്കളെ മതം മാറ്റുക എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ പുസ്തകത്തിൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഭാരതമെമ്പാട്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള പള്ളികളിൽ കൊടിമരം വരിക, കൽവിളക്ക് വരിക, ഈ ബിഷപ്പുമാരും അച്ഛന്മാരും കാവി ഉടുക്കുക, രുദ്രാക്ഷമാല അണിയുക, അതുപോലെ ശിവരാത്രി എന്ന് പറഞ്ഞ് മിശിഹാരാത്രി, ഓണം ആഘോഷിക്കുക, വിജയദശമി എന്ന് പറയുന്നത് യഹോവ യേശു ക്രിസ്തുവിന് ജ്ഞാനം നൽകിയ ദിവസമാണെന്ന് പറയുക, ദീപാവലി ആഘോഷിക്കുക, ഇങ്ങനെയുള്ള പറയെടുപ്പ്, ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട്, അന്നദാനം, പ്രതിഷ്ഠാദിനം, ദൈവാലയം പ്രതിഷ്ഠാ ഉത്സവം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ജോസഫ് പടിഞ്ഞാറേക്കര എന്ന് പറയുന്ന വ്യക്തി ഈ 2 പുസ്തകവും ഈ കുരുവിള്ളയെ പോലെ, പലയിൽ ഇട്ടി കുരുവിള്ളയെ പോലെയുള്ളവർ വായിച്ചാൽ ഹാർട്ട് അറ്റാക്ക് ഗോപാലകൃഷ്ണന് വരില്ല, നിങ്ങൾക്ക് വരും. ക്രൈസ്തവ സമുദായം ചെയ്യുന്ന നീചവും നിന്ദ്യവുമായ പ്രവൃത്തി നോക്കിയിട്ട് തീർന്നില്ല. ഇനിയും കുറേയധികം കാണിക്കാം. ഗോവയിലെ മതം മാറ്റം ശരിക്ക് വസ്തുതാപരമായിട്ട് UGC അപ്രൂവ് ചെയ്തൊരു ടെസ്റ്റാണ്. ഇതൊരു കഥയല്ല. എത്ര നീചമായിട്ടാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ കാണിച്ചു കൂട്ടിയ കൊലപാതകം. 40,000-ഓളം വ്യക്തികളെ കൊന്നു കുഴിച്ചുമൂടി, നിങ്ങളുടെ പൂർവികരായ ഹിന്ദുക്കളെ കൊന്നു കുഴിച്ചുമൂടി ക്രിസ്ത്യാനിയാക്കിയത്. അത് വായിച്ചാൽ അന്നത്തെ ദിവസമല്ല, അടുത്ത ദിവസം പോലും ഊണ് കഴിക്കില്ല. ഭാരതത്തിൽ പോർച്ചുഗീസ് ക്രിസ്ത്യൻ മിഷണറിമാര് നടത്തിയത്. തീർന്നില്ല, പോർച്ചുഗീസുകാർ തന്നെ എഴുതിയ ഒരു പുസ്തകമുണ്ട്. നോക്കുക, എക്സ്പ്രഷൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, എക്സ്പ്രഷൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി വിത്ത് എ ഫോക്കസ് ടു ഇന്ത്യ. ഇത് മുഴുവനും ഗോവ ഇൻക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ വിചിത്രമായ രീതിയിൽ പോർച്ചുഗീസിലെ ആൾക്കാരുൾപ്പെടെ അവിടെ ചെയ്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ശരിക്ക് ഒറിജിൻസ് ആൻഡ് ഏർലി ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി, എക്സ്പ്രഷൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി മുഴുവൻ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനികൾ തന്നെയാണ്. അത്ഭുതം തോന്നും, ഇത്രയും വിചിത്രമായ. ബിഹോൾഡ് അനദർ വിക്ടിം ഓഫ് ദി ഹോളി ഇൻക്വിസിഷൻ എഴുതിയിരിക്കുന്നത്, ഹോളി ഇൻക്വിസിഷൻ എഴുതിയിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ക്ലോഡിയസ് ബുഷാനൻ എന്ന് പറഞ്ഞ പോർച്ചുഗീസുകാരനാണ്. ആ റിപ്രഷൻ ഓഫ് ബുദ്ധിസം ഇൻ ശ്രീലങ്ക ബൈ പോർച്ചുഗീസ്, പുതുശ്ശേരി വേദപുരേശ്വരം ടെമ്പിളിനെ നശിപ്പിച്ചത് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ. അതുപോലെ തന്നെ ദ കരിയർ ഓഫ് പ്രോസലൈസേഷൻ, ആബെ JA ബുബോയ്സ്, ഇന്ത്യക്കാരനല്ല. പിന്നെ വോൾട്ടയർ എഴുതിയിരിക്കുന്നത്, റോബർട്ട് G ഇംഗർസോൾ എഴുതിയിരിക്കുന്നത്, ബർട്രാൻ റസൽ എഴുതിയിരിക്കുന്നത്, തിയോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ചന്ദ്ര ലോകേഷ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം. വലിയ പുസ്തകമാണ്. ഓരോ വരിയും ഗോവയിൽ നടന്നിരിക്കുന്നതും ഇന്ത്യയിലെ ശ്രീലങ്കയില് ചുറ്റുപാടുമുള്ള പ്രദേശത്ത് ക്രിസ്ത്യാനികൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് ചരിത്രമായിട്ട് അവസാനിക്കുന്നില്ല. അത് പണ്ടല്ലേ ചെയ്തത്, ഇപ്പൊ എന്തിനാ? അത് തന്നെയാണ് ഇപ്പൊ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ അയാളെ ഇത്രയും വലിയൊരു കൊലയാളിയെ വിശുദ്ധനാക്കി കേരളത്തിൽ മുഴുവനും പള്ളി പണിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്. പുസ്തകങ്ങൾ ഒന്നും ഇല്ലാതെ ഞാൻ സയന്റിസ്റ്റ് ആയ സ്ഥിതിക്ക് പഠിച്ചു പറയണമെന്ന് കുരുവിള്ള പറഞ്ഞില്ലേ, ഒരെണ്ണമുണ്ട്, ആമേൻ എന്ന പുസ്തകം. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ക്രിസ്ത്യാനികൾ നടത്തുന്ന DC കിഴക്കേ മുറിയുടെ പബ്ലിക്കേഷൻസ് പുറത്തേക്ക് ഇറക്കിയ ജസ്മി. ജസ്മി എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയാമോ? ജീസസ് എന്നുള്ളതിലെ ജെയും
മീയിലെ ജ്ഞാനം, ജസ്റ്റ് മീ, ജീസസും മീയും കൂടി ചേർത്ത് എഴുതിയിരിക്കുന്ന പള്ളികൾക്കകത്ത് മദർ സുപ്പീരിയറും മദർ ഇൻഫീരിയറും ഈ ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാം കാട്ടിക്കൂട്ടുന്നത് പച്ചയ്ക്ക് എഴുതിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ പള്ളിക്കകത്ത് നടക്കുന്നത് ഉണ്ടാക്കി പറഞ്ഞതല്ല. ഈ സിസ്റ്ററിനെ എനിക്ക് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് TV ഇന്റർവ്യൂവിന് പലപ്പോഴും വരാറുണ്ട്. അവര് പറയുന്ന സത്യം കേട്ടാൽ നമുക്ക് കരച്ചിലൊന്നും വരില്ല. ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കാണുമ്പോൾ അറപ്പ് തോന്നും. നമുക്ക് ഒരു മനുഷ്യനെയും കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നരുത്, ഇവരെ കണ്ടാൽ അറപ്പ് തോന്നും. ഈ മന്ത്രി സുധാകരൻ പറഞ്ഞ മാതിരി അടിയിലൊന്നും ഇല്ലാതെ നടക്കുന്നത് ഹിന്ദു സന്യാസിമാരല്ല. സൂര്യൻ അസ്തമിച്ചാൽ ആരാ അങ്ങനെ നടക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരൊരു ക്രിസ്ത്യാനിക്ക് എതിരെ ജീവിക്കുന്ന സ്ത്രീ അല്ല. അവര് ശരിക്ക് കന്യാസ്ത്രീയായി അകത്തേക്ക് കയറിയപ്പോ അവര് ക്രിസ്തുവിന്റെ മണവാട്ടിയായ സ്ഥിതിക്ക് ക്രിസ്തുവിന്റെ കൂട്ടത്തിൽ രാത്രി കിടക്കണമെന്നോ എന്തോ ഒരു ആചാരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവർ വിവരിക്കുന്നുണ്ട്. അതില് യേശു ക്രിസ്തുവിനെ തന്റെ മണവാളനായിട്ട് 100% സ്വീകരിച്ച ഒരു കന്യാസ്ത്രീ അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾ വായിച്ചാൽ കുരുവിള്ള സാറേ, ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുമതം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഈ അച്ഛന്മാരെയും ഈ കന്യാസ്ത്രീകളെയും ഈ പള്ളിയിലും പോയിട്ട് അവരുടെ അന്ത്യകൂദാശ നടത്തില്ല. ഇനി വേറൊരു പുസ്തകം നോക്കാം. ജെയിംസ് കാഞ്ഞാനം ഗമാലിയേൽ എന്നൊരാള്, കാട്ടാക്കടക്കാരനാണ്. ജെയിംസ് കാഞ്ഞാനം ഗമാലിയേൽ എന്ന് ധർമ്മ ഇൻ ദ ഹിന്ദു സ്ക്രിപ്ചർ ആൻഡ് ദി ബൈബിൾ എന്ന് പറഞ്ഞ ഹിന്ദു സ്ക്രിപ്ചർ ആൻഡ് ബൈബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മുഴുവനും ആ ഡോക്ടർ കോശി എബ്രഹാം എന്ന് പറയുന്ന വ്യക്തി വികൃതമായിട്ട് നമ്മുടെ വേദത്തെ വ്യാഖ്യാനിച്ച പോലെ ധർമ്മശാസ്ത്രത്തെ വ്യാഖ്യാനിച്ച് എഴുതിയിരിക്കുന്നതാണ്. അടുത്തത് റവറൻഡ് ജോയ് പുന്നൂസ് എഴുതിയിരിക്കുന്നത് അവസരം പാഴാക്കരുത്. ഭാരതത്തിലെ ഹിന്ദുക്കളെ മതം മാറ്റാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ്. ഇനി നമ്മുടെ വേദത്തെയും ഉപനിഷത്തുക്കളെയും ദുർവ്യാഖ്യാനം ചെയ്ത് ചെറിയ ബ്രോഷർ, പിപീലിക, ദന്തിവതം പ്രസൂതി, ഉപനിഷത്തിലെ വരിയെടുത്ത് ഒരു തരത്തിലും ബന്ധമില്ലാത്ത പലതും എടുത്ത് യേശുക്രിസ്തുവിനെ വളരെ ആധാരമായിട്ട് അങ്ങോട്ട് വിവരിച്ചിരിക്കാം. കുറേ പുസ്തകങ്ങളുണ്ട്. മിഥ്യാപുരുഷനായിട്ടുള്ള സെന്റ് തോമസ്, ഈ നാട്ടിലേക്ക് വരാത്ത സെന്റ് തോമസിനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞ് 8 നമ്പൂതിരി കുടുംബത്തെ മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞ് ഈ സെന്റ് തോമസ് വെള്ളം മുകളിലേക്ക് നിർത്തി നമ്പൂതിരിമാർക്ക് നിർത്താൻ പറ്റിയില്ല തർപ്പണം കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞ് പറ്റിച്ച് ആ സെന്റ് തോമസിനെ ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ടിൽ വെച്ച് ഹിന്ദുക്കൾ കൊന്നു എന്നെല്ലാം പറഞ്ഞ് കെട്ടുകഥ ഉണ്ടാക്കി ഈ ഹൈന്ദവ ധർമ്മത്തെ അവഹേളിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർക്ക് നേരെ എന്ത് വരിയാ കുരുവിള്ളെ പറയേണ്ടത്? ഇത് പഠിച്ച ഹിന്ദുക്കളില്ലാത്തത് കൊണ്ട് അവർക്ക് പറയാൻ പറ്റില്ല. പിന്നെ മതഭ്രാന്ത് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അഡ്വക്കേറ്റ് MG മാത്യു MA LLB. അത്ഭുതം തോന്നുന്ന കാര്യം, തനി മതഭ്രാന്ത് കാണിക്കുന്നവര് ഹിന്ദുക്കൾ മതഭ്രാന്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നത്. മതഭ്രാന്ത് യേശുക്രിസ്തു, യഹോവ, ബൈബിള് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന മതഭ്രാന്ത് ഞാൻ 2ാമത്തെ ഭാഗത്തിൽ പറയാം. ആ മതഭ്രാന്ത് കാട്ടിക്കൂട്ടുന്നവരാണ് ഹിന്ദുക്കൾ മതഭ്രാന്ത് കാണിക്കുന്നു എന്ന് പറയുന്ന ഇത്. പിന്നെ ഡോക്ടർ KC എബ്രഹാം എന്ന മാനസിക രോഗിയുടെ അടുത്ത പുസ്തകം വെറുതെയാണ് പറഞ്ഞിരിക്കുന്നത്. ഭവിഷ്യ പുരാണത്തിലെ ബൈബിൾ കഥയും ശകരാജ മഷിഹ സംവാദവും. അങ്ങനെ ഒരു വരി അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഒരൊറ്റ വരി അത്രയും ബൃഹത്തായിട്ടുള്ള ഭവിഷ്യപുരാണത്തില് മിശിഹ രാജാവ്. ഭവിഷ്യപുരാണം എഴുതിയത് തന്നെ AD 4ാം നൂറ്റാണ്ടിലാണ്. ആ ഭവിഷ്യപുരാണം ശാഖരാജാവ് ഇന്ത്യയിലാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നിട്ട് മസിഹ എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണോ എന്നുള്ളതല്ല, അങ്ങനെ സംവാദം നടത്തി എന്ന് പറഞ്ഞൊരു വലിയ കെട്ടുകഥയുണ്ടാക്കി ഭവിഷ്യപുരാണത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന്. ഒരു കുഴപ്പവും ഗോപാലകൃഷ്ണനില്ല.
ഭവിഷ്യപുരാണത്തിൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നൊരു കെട്ടുകഥയുണ്ടാക്കി ബൈബിളിനെ യേശുക്രിസ്തുവിനെ മഹത്വവൽക്കരിക്കാനാണെങ്കിൽ എനിക്ക് ഈ കോശി അബ്രഹാമിനോടും ഈ ആർച്ച് ബിഷപ്പ് പവത്തിലിനോടും ചോദിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ. വേദത്തിൽ യേശുക്രിസ്തു ഉണ്ട്, ഭവിഷ്യപുരാണത്തിലുണ്ടെങ്കിൽ എന്തിനാ ഈ യെരുശലേമിലെ പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ ബൈബിളിന്റെ പുറകെ പോകുന്നത്? ഇവിടത്തെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ, അതങ്ങ് പഠിപ്പിച്ചാ പോരെ. ഇനി ഇതേപോലെ എഴുതിയിരിക്കുന്ന മറ്റൊരു വികൃതമായ പുസ്തകം 33 കോടി ദേവന്മാർ, ഇവരിൽ പ്രജാപതിയെ പരിചയപ്പെടാം. ഈ പ്രജാപതി എന്ന് പറയുന്നത് വിഷ്ണു പ്രജാപതി, ബ്രഹ്മ പ്രജാപതി, രുദ്ര പ്രജാപതി. സനാഭികമലേ വിഷ്ണോസ്ഥിതോ ബ്രഹ്മ പ്രജാപതി. ശരിക്ക് യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേത് പ്രജാപതേ സഹജം പുരസ്താത് ആയുഷ്യമുഗ്രം പ്രതിമഞ്ച ശുക്രം യജ്ഞോപവീതം ബലമസ്തു തേജ. പ്രജാപതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും യേശുവാണ് 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 യേശുവാണെന്ന് വരുത്തി പ്രജാപതിയെ യേശു ആക്കിയിട്ട് അത് വിഷ്ണു പ്രജാപതിയോ രുദ്ര പ്രജാപതിയോ ബ്രഹ്മ പ്രജാപതിയോ, വിഷ്ണുവിന്റെ പത്നിയായ സരസ്വതി, വിഷ്ണുവിന്റെ പത്നിയായ ലക്ഷ്മി, ബ്രഹ്മാവിന്റെ പത്നിയായ സരസ്വതി, ശിവപ്രജാപതിയുടെ രുദ്ര പ്രജാപതിയുടെ പത്നിയായ പാർവതി. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനും ഒരു ഭാര്യ വേണ്ടേ? അത് മനോരമയിൽ മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് വേണം ഈ കള്ളന്മാർക്ക് ഉണ്ടാക്കാൻ. കള്ളന്മാര് എന്ന വാക്കൊക്കെ പ്രയോഗിക്കുന്നതിൽ വിഷമമില്ലാത്തത് കൊണ്ട് അല്ല, നല്ല വിഷമമുണ്ട്. പക്ഷെ ഇത്രയും വലിയ കൊലപാതകം വേദത്തെയും ഭാരതീയ ഗ്രന്ഥത്തെയും ചെയ്തവരെ പിന്നെ എന്താ വിളിക്കുക? കുരുവിള്ള സാറേ, തീർന്നില്ല. ഇനി ഇന്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുക, അഗസ്റ്റിൻ തോട്ടക്കര CMI. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് വളരെ ഉജ്ജ്വലമായ നല്ല രീതിയിൽ എഴുതിയിരിക്കുകയാണ്. താനി വഞ്ചനയും ചതിയും പറ്റിക്കലിലൂടെയുമാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെ അവഹേളിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. എന്തായാലും ഇപ്പൊ ഞാൻ വിവരിച്ചത് മുഴുവനും പുസ്തകമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി വേറൊരു കത്ത് കൂടി ഞാൻ വിവരിക്കാം. ഇത് നേരത്തെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് നല്ലോണം അന്വേഷിച്ചിട്ട് വേണ്ടേ കാര്യങ്ങൾ പറയാൻ എന്ന് കുരുവിള്ള സതുദ്ദേശത്തോടുകൂടി പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ഡോക്ടർ, ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക്, അദ്ദേഹം ഡോക്ടർ P. തോമസ് മാത്യു, BVSc and AH, കടവനാൽ തറയിൽ വില്ല, കോടുകുളഞ്ഞി, ആലപ്പുഴ. പിൻകോഡ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അസിസ്റ്റന്റ് മാനേജർ, മിൽമ, മാന്നാർ ഡയറി. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പേജ് മുഴുവനുണ്ട്. ഞാനൊരു ചെറിയ ഭാഗം മാത്രം വായിക്കാം. എ ബുക്ക് ഓഫ് മൈൻഡ്, ശ്രീ ഹരിഹരപുത്രായ നമഃ. ഒരു മാനസിക രോഗിയെ പോലെയുള്ള വെറ്റിനറി ഡോക്ടറാണ്. ഹരിഹരപുത്രായ നമഃ എന്നൊരു പുസ്തകം എനിക്ക് അയച്ചു തന്നിരുന്നു. അത് യേശുക്രിസ്തുവിനെ കുറിച്ചിട്ടാണ്. ഹരിഹരപുത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തു ആണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് വരികയാണ്. ഈ സെൻഡ് ടു യു സെപ്പറേറ്റ്ലി, എനിക്കത് അയച്ചു തന്നിട്ടുണ്ടെന്ന് മാത്യു പറയുകയാണ്. തോമസ് മാത്യു പറയുകയാണ്. ഇറ്റ് ഈസ് എ സ്മോൾ ബുക്ക്, സ്മോൾ ബുക്ക്ലെറ്റ്. പ്ലീസ് ലെറ്റ് മീ നോ യുവർ കമന്റ് അബൌട്ട് ഇറ്റ്. താനീ വികൃതമായിട്ട് കോശി അബ്രഹാം എഴുതിയതുപോലെ തന്നെ. ഇനി അദ്ദേഹം എന്നോട് റിക്വസ്റ്റ് ചെയ്ത് എന്താ അറിയോ? വൺ ആചാര്യ ദയപ്രകാശ് ഫ്രം സത്താൽ ആശ്രം ഫ്രം ബോവലി ഇൻ ഹിമാലയാസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി വിത്ത് മീ ഫ്രം സോ ആൻഡ് സോ ഡേറ്റ് ഫോർ 10 to 12 days. സത്താൽ ആശ്രമത്തിൽ ബോവലി ഹിമാലയത്തിൽ നിന്ന് ഒരു ആചാര്യ ദയപ്രകാശ് 10-12 ദിവസത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ ആലപ്പുഴയിൽ ഉണ്ടാവും. ഹീ ഈസ് എ വേദിക് സ്കോളർ ആൻഡ് സന്യാസി. ദേ ആർ വേദിക് സ്കോളറും സന്യാസിയും. ദേ ആർ എൻഗേജ്ഡ് ഇൻ ഇവാഞ്ചലൈസേഷൻ ഓഫ് ഹിന്ദു യോഗീസ് ആൻഡ് സന്യാസീസ് ഇൻ ഹിമാലയാസ്. ഈ സത്താൽ ആശ്രമത്തിലെ ആചാര്യ ദയപ്രകാശ് ഈസ് എ വേദിക് സ്കോളർ ആണത്രേ, സന്യാസിയാണത്രേ. engaged in evangelization, Christianization of Hindu yogis and sannyasis in the Himalayas. He is a Christian sannyasi using mostly Vedas and Gita and Upanishad to present Jesus Christ. He is against all civilization, just as I am. In big cities they conduct satsang, kirtan, bhajan, etc., specially inviting Hindu scholars.
and leaders who are interested in വേദോപനിഷത്ത്, വേദവും ഉപനിഷത്തും അറിയാവുന്നവരെ വിളിച്ചു വരുത്തിയിട്ട് ഭജനയും സത്സംഗവും നടത്തിയിട്ട് ക്രിസ്ത്യാനിയെ. And we are planning to organize meetings and satsang in a few places here at Chengannur, Ranni, Kottayam, etc. I was very much looking forward to having one at Trivandrum under your guidance. But I had no contact. Fortunately, you came to my line. Please let me know if you could take it up. All you have to require to do is to contact people and invite them. I am sending you a check. 1,00,000 രൂപയുടെ ചെക്ക് ഗോപാലകൃഷ്ണന് അയച്ച താനി കള്ളത്തരം പറഞ്ഞുകൊണ്ട് വേദത്തിനെയും ഉപനിഷത്തിനെയും ഉപയോഗിച്ച് ഹിമാലയത്തിലെ ഹിന്ദു സന്യാസിമാർക്ക് 10,000 രൂപ കൊടുത്ത് കൺവെർട്ട് ചെയ്യുന്ന തനി കള്ളന് കഞ്ഞി വെച്ചവരെ എന്താ കുരുവുള്ള സാറേ ഗോപാലകൃഷ്ണൻ പറയേണ്ടത്? എന്നിട്ട് വേറെ ആചാര്യ ദയാപ്രകാശിനെ കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട്. ആചാര്യ ദയാപ്രകാശ് ഈസ് എ ബീഹാറി ആൻഡ് ഹാസ് റിട്ടൺ എ ഫ്യൂ ബുക്സ് ലൈക്ക് ദ ഫുൾഫിൽമെന്റ് ഓഫ് വേദിക് ക്വസ്റ്റ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഒരു പുസ്തകമാണ്. ബുക്ക്ലെറ്റ് കോൾഡ് ഗീത എ ഫോർറണ്ണർ ഓഫ് ക്രൈസ്റ്റ്, അടുത്ത പുസ്തകമാണ്. ഐ വുഡ് ഷോർട്ട്ലി അറേഞ്ച് ടു സെൻഡ് യു എ ഫ്യൂ മോർ ബുക്സ്. ആര്യവേദാന്തത്തിലെ ക്രിസ്തു പ്രജാപതി യാഗം എന്ന ക്രൂശീകരണം ഇയാൾ ഇത് അയക്കുന്നതിന് മുമ്പ് ഞാൻ കോശി അബ്രഹാമിൻ്റെ അടുത്ത് അത് വാങ്ങിച്ചിരുന്നു. ഞാൻ കുരുവിള്ള സാറിനോട് വെറുതെ ചോദിക്കട്ടെ, ഇനിയുണ്ട് എൻ്റെ കയ്യിൽ കുറേ പുസ്തകം. ഇത് ഞാൻ നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാത്തത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. എത്ര വിചിത്രമായിട്ടുള്ള രീതിയിലാണ് ശരിക്ക് ആരും അറിയാതെ ശാന്തമായിട്ട് ഈ അച്ഛന്മാരും തക്കലയും നാഗർകോവിലും കന്യാകുമാരിയും മുഴുവനും ഹിന്ദുക്കളെ മതം മാറ്റിയ ആ ആലഞ്ചേരിയാണ് ഇവിടുത്തെ കർദിനാളായിട്ടുള്ളത്. അവരൊക്കെ വരുന്ന കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, അവരെ കാണുന്നവരെ ശുദ്ധീകരിക്കാൻ പുണ്യാഹം തളിക്കണം. ഗോപാലകൃഷ്ണൻ വികാരത്തോടുകൂടി പറയുകയല്ല, വിചാരത്തോടുകൂടി പറയുകയാണ്. അത്രയും ഈ സംസ്കാരത്തെ നശിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ആരെങ്കിലും ഒരാൾ മറുപടി കൊടുക്കണ്ടേ? മലയിൽ ഇട്ടി കുരുവിള്ള സാറേ, ഇത് 1ാം ഭാഗം. ഇനി 2ാം ഭാഗവും കൂടി പറയാം. പ്രണാമം, നമസ്കാരം.